തെളിവെടുപ്പ് നടത്തി. യാസിറിനെ എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പിൽ എത്തിച്ചാണ് തെളിവെടുത്തത്. വാഹനത്തിൽ നിന്ന് ഇറക്കാതെയായിരുന്നു തെളിവെടുപ്പ്. സംസ്ഥാനത്തെ ലഹരി വിപത്തിനെ ചെറുക്കാൻ അതിവിപുലമായ ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് സർക്കാർ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപരേഖ തയ്യാറാക്കും. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ലഹരി വിപത്തിനെ ചെറുക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളെയും വിവിധ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ച് അതിശക്തമായ ക്യാമ്പയിന് സർക്കാർ നേതൃത്വം നൽകും. നിലവിലുള്ള എല്ലാ ക്യാമ്പയിനുകളും സംയോജിപ്പിച്ച് ഏപ്രിൽ മുതൽ വിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലഹരി വ്യാപനത്തിനെതിരെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതിന്റെ ഭാഗമായി ഈ മാസം 30-ന് വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലയിലെ സംഘടനകളുടെയും യോഗം ചേർന്ന് കർമ്മ പദ്ധതികൾ തയ്യാറാക്കും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ രൂപരേഖ തയ്യാറാക്കാനായി വിവിധ വകുപ്പുകൾ ചേർന്ന സമിതി രൂപീകരിക്കും. LP ക്ലാസുകൾ മുതൽ തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കുട്ടികളെ കായിക രംഗത്ത് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കണം. ഹോസ്റ്റലുകളും പൊതുയിടങ്ങളും ലഹരി മുക്തമാണെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും പരിശോധന കർശനമാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിന്റെയും എക്സൈസിന്റെയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കണം. മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള ആധുനിക ഉപകരണങ്ങൾ വാങ്ങണം. ഓൺലൈൻ ലഹരി വ്യാപനം തടയാനുള്ള നടപടികൾ ശക്തമാക്കും. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, തുറമുഖം എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർന്ന് വിവിധ വകുപ്പുകൾ നടപ്പാക്കി വരുന്ന ലഹരി വിരുദ്ധ പദ്ധതികൾ മന്ത്രിമാർ വിശദീകരിച്ചു. യോഗത്തിൽ വിവിധ വകുപ്പിലെ മന്ത്രിമാരും ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, ADGP-മാരായ മനോജ് എബ്രഹാം, P. വിജയൻ, എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് തുടങ്ങിയവരും പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളം കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കില്ല, സാക്ഷികളാക്കാനാണ് തീരുമാനം. വിദ്യാർത്ഥി